പൈത്തൺ ഡേറ്റയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇലക്ട്രോണിക് മെക്കാനിക്സ് സീനിയേഴ്സിൻ്റെ LED ലൈറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് നമ്മളിന്ന് റിവൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പം അതിനകത്ത് ആ ചാപ്റ്ററിൽ ചാപ്റ്ററിൽ നമുക്ക് ഇതായിട്ട് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Question number 1. A light emitting diode is dash. അതായത് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് അതിൻ്റെ ഡോപ്പിംഗ് ലെവൽ എങ്ങനെയാണെന്നാണ് ചോദിച്ചത്. ഒന്ന് ഹെവിലി ഡോപ്ഡ്, ബി ലൈറ്റ്ലി ഡോപ്ഡ്, സി ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ, ഡി സെനർ ഡയോഡ്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ ഹെവിലി ഡോപ്ഡ് ആയിരിക്കും. അതായത് ഒരു LED എന്ന് പറയുന്നത് ഹെവിലി ഡോപ്ഡ് സെമി കണ്ടക്ടറാണ്, സെമി കണ്ടക്ടർ കമ്പോണൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ എ ഹെവിലി ഡോപ്ഡ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 2. വിച്ച് ഓഫ് ദി ഫോളോയിങ് മെറ്റീരിയൽ ക്യാൻ ബി യൂസ് ടു പ്രൊഡ്യൂസ് ഇൻഫ്രാറെഡ് LED? ഇൻഫ്രാറെഡ് LED നിർമ്മിക്കാൻ വേണ്ടി ഈ പറയുന്നതിൽ ഏത് മെറ്റീരിയലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുമ്പം ഗാലിയം ആർസനിക് ആണ്. ഈ ഒരു മെറ്റീരിയൽ വെച്ചാണ് ഇൻഫ്രാറെഡ് LEDകൾ നിർമ്മിക്കുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. What should be the band gap of a semiconductor to be used in LED? അതായത് LED-കളിൽ ഉപയോഗിച്ചിരിക്കുന്ന ബാൻഡുകളുടെ ഗ്യാപ്പ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ 0.50 EV, ബി 1 EV, സി 1.5 EV, ഡി 1.8 EV. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ 1.8 EV ആണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഷുഡ് ബി ദ ബയാസിങ് ഓഫ് ദി LED? അതായത് LED-കൾക്ക് നമ്മൾ ഏത് ബയാസിങ് കൊടുത്താലാണ് അത് വർക്കിംഗ് ആകുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ബയാസിങ്ങിലാണ് അത് ആക്റ്റീവ് ആകുന്നതാണ് ഈ ക്വസ്റ്റ്യൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഫോർവേഡ് ബയാസ്, ഓപ്ഷൻ ബി റിവേഴ്സ് ബയാസ്, ഓപ്ഷൻ സി ഫോർവേഡ് ദാൻ റിവേഴ്സ് ബയാസ്, ഡി നോ ബയാസിങ് റിക്വയർഡ്. അപ്പം നമ്മൾ ബേസിക് ഇലക്ട്രോണിക്സിൻ്റെ ബേസിക് പഠിക്കുന്ന കാലം തൊട്ട് പറയുന്നതാണ് ഡയോഡുകൾ വർക്ക് ചെയ്യുന്നപ്പം ഫോർവേഡ് ബയാസിലായിരിക്കും. റിവേഴ്സ് ബയാസിൽ വർക്ക് ചെയ്യുന്ന ഡയോഡ് അതാണ് സെനർ ഡയോഡ്. സെനർ ഡയോഡ് റിവേഴ്സ് ബയാസിൽ വർക്ക് ചെയ്യും. ഇപ്പം ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്ന് പറയുമ്പോൾ LED ഏത് ബയാസിലാണ് വർക്ക് ചെയ്യുന്നതാണ്. LED വർക്ക് ചെയ്യുന്നത് ഫോർവേഡ് ബയാസിലായിരിക്കും. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് പ്രോസസ് ഓഫ് ഇലക്ട്രോൺ ഹോൾ പെയർ ഈസ് റെസ്പോൺസിബിൾ ഫോർ എമിറ്റിംഗ് ഓഫ് ലൈറ്റ്? അതായത് ഇലക്ട്രോൺ ഹോൾ പെയർ ലൈറ്റ് എമിറ്റ് ചെയ്യാൻ വേണ്ടി ഈ പറയുന്നതിൽ ഏത് പ്രോസസ്സാണ് യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഒരു LED-ക്കകത്തു നിന്ന് ലൈറ്റ് എമിറ്റ് ചെയ്യാൻ വേണ്ടി ഈ പറയുന്നതിൽ ഇലക്ട്രോൺ ഹോള് ഏത് പ്രവർത്തനമാണ് ഏർപ്പെടുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ ജനറേഷൻ, ബി മൂവ്മെൻറ്റ്, സി റീകോമ്പിനേഷൻ, ഡി ഡിഫ്യൂഷൻ. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൻ്റെ പേരെന്നാ ഇലക്ട്രോൺ ഹോൾ റീകമ്പൈനിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് LED-കൾ ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ സി റീകോമ്പിനേഷൻ ആണ് അതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ബാൻഡ് വിഡ്ത്ത് ഓഫ് ദി എമിറ്റർ ലൈറ്റ് ഇൻ ആൻ LED? അതായത് LED-ക്കകത്ത് നിന്ന് എമിറ്റ് ചെയ്യുന്ന ലൈറ്റിൻ്റെ ബാൻഡ് വിഡ്ത്ത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ 1 nm to 10 mm, ഓപ്ഷൻ ബി 10 mm to 50 nm, ഓപ്ഷൻ സി 50 nm to 100 nm, ഓപ്ഷൻ ഡി 100 nm to 500 nm. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 10 mm to 15 nm ആണ് അതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ നോട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് LED? അതായത് ഈ പറഞ്ഞ ക്യാരക്ടറിസ്റ്റിക്സുകളിൽ ഒരെണ്ണം LED-യുടെ അല്ല. അതേതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് ഫാസ്റ്റ് ആക്ടിങ്, അതായത് പെട്ടെന്നുള്ള ആക്ഷൻ ഉണ്ടാകുന്നത്. അതായത് നമ്മൾ സ്വിച്ച് ഇട്ട ഉടനെ LED കത്തത്തില്ല. അതൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, LED-യുടെ പ്രത്യേകതയാണ്. 2 ഹൈ വാം അപ്പ് ടൈം, അതായത് വാം ആകാൻ വേണ്ടി ടൈം എടുക്കുമെന്ന്. സി ലോ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ്, ലോ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് വർക്ക് ചെയ്യുന്ന കുറഞ്ഞ വോൾട്ടേജ് മതി, അതും
LED-യുടെ ഒരു പ്രത്യേകതയാണ്. ഡി ലോങ് ലൈഫ്, അതായത് ഒത്തിരി നാൾ നീണ്ടു നിൽക്കുകയെന്ന്. അപ്പോൾ ഈ പറയുന്നത് LED-യുടെ ഒരു പ്രത്യേകത അല്ലാത്തതെന്ന് പറയുമ്പോൾ ഇതാണ്, ബി ആണ്, ഹൈ വാമപ്പ് ടൈം, അതായത് ചൂടായി വരാൻ അതിന് സമയം എടുക്കുമെന്ന്. അപ്പോൾ അതൊരു LED-യുടെ ഒരു പ്രത്യേകത അല്ല. അപ്പം അതിൻ്റെ ആൻസർ എന്ന് പറയുമ്പം ബി, ഹൈ വാമപ്പ് ടൈം ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ കളർ ഓഫ് എമിറ്റഡ് ലൈറ്റ് ഫ്രം LED ഡിപ്പെൻഡ്സ് ഓൺ, അതായത് ഒരു LED-യിൽ നിന്ന് വരുന്ന ലൈറ്റിനെ തീരുമാനിക്കുന്നത് എന്താണ്? അതായത് കൺസ്ട്രക്ഷൻ ഓഫ് LED ദാറ്റ് ഈസ് ഫിസിക്കൽ ഡയമെൻഷൻ, അതായത് അതിൻ്റെ ഫിസിക്കൽ ഡയമെൻഷനെ ആശ്രയിച്ചിരിക്കുമെന്ന്. ബി, നമ്പർ ഓഫ് അവൈലബിൾ ക്യാരിയേഴ്സിനെ നമ്പർ ഓഫ് ക്യാരിയേഴ്സിൻ്റെ എണ്ണത്തെ അപേക്ഷിച്ചിരിക്കുമെന്ന്. സി, ടൈപ്പ് ഓഫ് സെമി കണ്ടക്ടർ മെറ്റീരിയൽ യൂസ്ഡ്. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സെമി കണ്ടക്ടർ മെറ്റീരിയലുകളെ ആശ്രയിച്ചിരിക്കുമെന്ന്. ഡി, നമ്പർ ഓഫ് റീകോമ്പിനേഷൻ ടേക്ക് പ്ലേസ്, അതായത് അതിനകത്ത് നടക്കുന്ന റീകോമ്പിനേഷനെ ആശ്രയിച്ചിരിക്കുമെന്ന്. അപ്പം അതിൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലിനെ അപേക്ഷിച്ചാണ് ആ LED-കളുടെ കളറ് നിശ്ചയിക്കുന്നത്. നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞില്ലായിരുന്നു, ഗാലിയാസിനൊക്കെ ഇൻഫ്രാറെഡ് ലൈറ്റ് LED-ക്ക് ഉപയോഗിക്കുന്നതാണ്. അതുപോലെ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽക്ക് അനുസരിച്ചാണ് അതിൻ്റെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈറ്റും ഇരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ അഡ്വാൻറ്റേജ് ഓഫ് LED. ഇതിനകത്ത് ഏതാണ് LED-യുടെ അഡ്വാൻറ്റേജ് എന്നാണ് ചോദിച്ചത്, ഗുണങ്ങൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ, ലോങ് ലൈഫ്, അതായത് ഒത്തിരി നാൾ നീണ്ടു നിൽക്കും. ബി, ഫാസ്റ്റ് ഓൺ ഓഫ് സ്വിച്ചിങ്, അതായത് ഓൺ ആകാനും ഓഫ് ആകാനും പടയുന്ന ഭയങ്കര സ്പീഡ് ഉണ്ടായിരിക്കുന്നത്, ഫാസ്റ്റ് ആയിരിക്കുമെന്ന്. അതും LED-യുടെ ഒരു ഗുണമാണ്. സി, ലോ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ്, അതായത് കുറഞ്ഞ വോൾട്ടേജ് മതി വർക്ക് ചെയ്യാൻ വേണ്ടി. ഈ പറഞ്ഞ മൂന്നെണ്ണവും LED-യുടെ ഗുണങ്ങളാണ്. അപ്പം അതിൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ ഓൾ ഓഫ് ദി എബവ് ആണ് അതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 10. ദ ഫിസിക്കൽ വാല്യൂ ഓഫ് പവർ കൺസ്യൂംഡ് LED ഈസ്, അതായത് ടിപ്പിക്കൽ വാല്യൂ ഓഫ് പവർ കൺസ്യൂംഡ് ഓഫ്, അതായത് LED കൺസ്യൂം ചെയ്യുന്ന പവറിന്റെ വാല്യൂ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അറൗണ്ട് 10 milliwatt. ബി, ഇൻ ബിറ്റ്വീൻ 15 milliwatt to 20 milliwatt. ഇൻ ബിറ്റ്വീൻ 30 milliwatt to 40 milliwatt. ഇൻ ബിറ്റ്വീൻ 35 milliwatt to 50 milliwatt. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ ഇൻ ബിറ്റ്വീൻ 15 milliwatt to 20 milliwatt ആണ് ഒരു നോർമൽ ഒരു LED അത് വർക്ക് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന കൺസ്യൂം ചെയ്യുന്ന പവർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ ഫോർവേഡ് ബയാസ് LED എമിറ്റ്സ് ലൈറ്റ് ബിക്കോസ് ഓഫ് ഡാഷ്. അത് ഫോർവേഡ് ബയസ് നമ്മളൊരു LED കണക്ട് ചെയ്യുമ്പോൾ അത് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നു, എന്തുകൊണ്ട്? ആ കാരണം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, റീകോമ്പിനേഷൻ ഓഫ് ക്യാരിയേഴ്സ്. ഓപ്ഷൻ ബി, ലൈറ്റ് ജനറേറ്റ് ഇൻ ബ്രേക്കിംഗ് ദി കോവാലന്റ് ബോണ്ട്. സി, ലൈറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ കോളീഷൻസ്. ഡി, ഓൾ ഓഫ് ദി അബവ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞിരുന്നു, LED വർക്ക് ചെയ്യുന്ന ഏത് പ്രിൻസിപ്പിളാണ്? ഇലക്ട്രോൺ ഹോൾ റീകോമ്പിനേഷന്റെ ഭാഗമായിട്ടാണ് LED വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എ ആണ്, റീകോമ്പിനേഷൻ ഓഫ് ക്യാരിയേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് LED ബൾബ് ഫോർ ഇൻഡസ്ട്രിയൽ ലൈറ്റിംഗ്? അതായത് ഇൻഡസ്ട്രിയൽ ലൈറ്റിങ്ങിന് വേണ്ടി നമ്മൾ LED ബൾബ് യൂസ് ചെയ്യുന്നതിൻ്റെ കാരണം എന്നാണ്? ഒന്ന്, ഹൈ വാട്ടേജ്. ബി, ഹൈ ഫ്രീക്വൻസി. സി, ഹൈ ലൈഫ് സ്പാൻ. ഡി, ഹൈ പവർ യൂസേജ്. ഇതൊക്കെ ഹൈ വാട്ടേജ് അല്ല, ശരിക്കും LED യൂസ് ചെയ്യുന്നതിന് ലോ വാട്ടേജ് മതി. പിന്നെ എന്നാണ്? കുറഞ്ഞ ഫ്രീക്വൻസിയാണ്, കുറഞ്ഞ ഫ്രീക്വൻസിയിലും വർക്ക് ചെയ്യും. പിന്നെന്താണ്? വലിയ പവർ യൂസേജ് ഒന്നുമില്ല. പിന്നെ എന്ത് കാരണങ്ങൾ കൊണ്ടാണ്? ഹൈ ലൈഫ് സ്പാൻ, അതായത് ഒത്തിരി നാൾ നീണ്ടു നിൽക്കും. നോർമൽ ബൾബുകളൊക്കെ അപേക്ഷിച്ച് ഒത്തിരി നാൾ നീണ്ടു നിൽക്കും. അത് ആ ഒരു കാരണങ്ങൾ കൊണ്ടാണ് ഇൻഡസ്ട്രിയൽ ലൈറ്റിങ്ങിന് വേണ്ടി LED യൂസ് ചെയ്യുന്നത്, LED ബൾബ്. അപ്പം അതിൻ്റെ ആൻസർ സി ആണ്. വാട്ട് ഡസ് LED സ്റ്റാൻഡ് ഫോർ? അതായത് LED ഫുൾ ഫോം എന്താണ്? എ, ലൈറ്റ് എമിറ്റിംഗ് ഡിസ്പ്ലേ. ബി, ലോ എനർജി ഡിസ്പ്ലേ. സി, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ഡി, ലൈറ്റ് എമിറ്റിംഗ് ഡിറ്റക്ടർ. അപ്പം അതിൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡാണ്.
ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് അപ്രോക്സിമേറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് വോൾട്ടേജ് ദാറ്റ് ഡെവലപ്പ് അക്രോസ് എ റെഡ് എൽ ഇ ഡി? അതായത് ഒരു റെഡ് എൽ ഇ ഡിയുടെ വർക്ക് ചെയ്യുമ്പോൾ അതിന് അക്രോസ് ആയിട്ട് ഉണ്ടാകുന്ന വോൾട്ടേജ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഒരു റെഡ് എൽ ഇ ഡി വർക്ക് ചെയ്യാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള വോൾട്ട് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എ 1.7 വോൾട്ട്, ഓപ്ഷൻ ബി 3.74 വോൾട്ട്, ഓപ്ഷൻ സി 0.6 വോൾട്ട്, ഡി ഓൾ ഓഫ് ദി അബവ്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ റെഡ് എൽ ഇ ഡി വർക്ക് ചെയ്യുന്നതിൻ്റെ വർക്കിംഗ് വോൾട്ടേജ് എന്ന് പറയുമ്പോൾ 1.7 വോൾട്ടേജാണ്. അപ്പം ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ആ ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ്. ഇത് കുറച്ചേ ഉള്ളൂ. അപ്പം ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക.